ഹലോ, ഇന്നിപ്പോൾ ഒരു അടിപൊളി അവിയൽ വെച്ചാലോ? അപ്പോൾ ഞാനിത് അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ തൈരാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് പിന്നെ എല്ലാ കഷ്ണങ്ങളും നുറുക്കി വെച്ചെന്നു അത് അതിലേക്ക് ചേർത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അവിയലിന് പറഞ്ഞ എല്ലാ കഷ്ണങ്ങളും ചേർക്കാമല്ലോ. അപ്പോൾ അവിയൽ നമുക്ക് അത്രയും നല്ലതാണ് കേട്ടോ. നല്ല വിറ്റാമിൻ ഉള്ളതാണ് അവിയൽ. എല്ലാ കഷ്ണത്തിൻ്റെയും വിറ്റാമിൻ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും അവിയൽ വെച്ച് കഴിക്കണം കേട്ടോ. അത്രയും നല്ലതാണ്. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തൈര്, പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അവിയലിൽ ശർക്കര ചേർക്കും കേട്ടോ. അപ്പോൾ ഈ കഷ്ണത്തിക്കൊരു അരപ്പൊട്ട് ശർക്കര മതി കേട്ടോ. അപ്പോൾ ഞാനൊരു അരപ്പൊട്ട് ശർക്കര കൂടിയും ചേർത്തിട്ടാണ് ഞാൻ അവിയൽ വേവിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു അരപ്പൊട്ട് ശർക്കര കൂടിയും ചേർത്ത് ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി ഈ അവിയലൊന്ന് വെന്ത് കിട്ടല്ലേ വേണ്ടുള്ളൂ. വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് എന്താ ചെയ്യേണ്ടത്? നാളികേരം വേണം. നാളികേരം എടുത്തിട്ട് ഒരു അരമുറി നാളികേരം മതി കേട്ടോ അതിലേക്ക്. അത് ചിരവിയിട്ട് അതിലേക്ക് ഞാൻ നാളികേരത്തിൽ എന്തൊക്കെ ചേർക്കാമെന്നോ, ചെറിയ ജീരകം ചേർക്കും, അതുപോലെ പച്ചമുളക്, അതുപോലെ കറിവേപ്പില ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ചതച്ചെടുക്കട്ടെ. ചെറുതായിട്ടൊന്ന് ചതയ്ക്കാൻ വേണ്ടുള്ളൂ. അപ്പോൾ കറിവേപ്പിലയും അതുപോലെ നാളികേരം, ചെറിയ പച്ചമുളക്, ചെറിയ ജീരകം ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ചതച്ചെടുത്തേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ അവിയൽ വെന്തല്ലോ. അപ്പോൾ ഇനി അതിലേക്ക് ചേർക്കുകയാണ്. ഒന്ന് ചേർത്തിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് ആവി വന്ന് വരിക വേണ്ടുള്ളൂ. ഒന്നുകൂടെ മൂടി വെച്ചിട്ട് ഒന്ന് ആവി വന്ന് നമ്മുടെ അവിയൽ റെഡി ആയിട്ടോ. അവിയലിൻ്റെ മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല മണം. പിന്നെ അപ്പോൾ ഇനി അവിയൽ വെന്തില്ലേ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കും കേട്ടോ. പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു അവിയൽ റെഡിയായി. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മണം. അപ്പോൾ റെഡിയായി അവിയൽ. അപ്പോൾ ഞാൻ ഈ അവിയൽ വെച്ചത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കേ.